ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ദാ രാവിലെ തന്നെ ശത്രു സംഹാരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ പിങ്ക് കളറിലെ ചെമ്പരത്തി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോഴേക്കും അതിലേക്ക് മീലി ബഗ് വന്ന് വെള്ള കളറിലെ ഈ മഞ്ഞ് പോലെ ഇരിക്കുന്ന ഒരു മൂട്ടയുണ്ടല്ലോ അത്. അപ്പോൾ അതിനെ തുരത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ആ തെളിമയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് സാഫ് അല്ലെങ്കിൽ ചാരം ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ചാരം അങ്ങനെ നമ്മൾ അടപ്പിൽ കത്തിക്കാത്ത കാരണം ചാരം ഇല്ല. സാഫ് ചേർത്തിട്ട് ഞാനത് ചെമ്പരത്തിയുടെ തലഭാഗം ആ മീലിബഗ് ഉള്ള ഭാഗം മാത്രം നല്ലപോലെ അതിൽ കഴുകിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ ഇത്രയും ഇങ്ങനെ പോരുമില്ല കേട്ടോ. ഇതുപോലെ പുളിപ്പിച്ച ഈ കഞ്ഞിവെള്ളം ബെസ്റ്റ് പെസ്റ്റിസൈഡാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ സാഫും കൂടെ ചേർക്കുന്നത് അതിന് വേറെ കുഴപ്പമൊന്നും ചെടികൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ല, ഈ മീലിബഗ് ചത്തുപോകും കേട്ടോ. എട്ടുകാലിയൊക്കെ ചത്തുപോകുമേ ഈ സാഫ് ഇട്ട് കഴിയുമ്പോഴേക്കും. ചെമ്പരത്തി 2 ചെമ്പരത്തിയിലും പിന്നെ 10 മണിയുടെ ചെടിയിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. 10 മണിയുടെ ചെടിയിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം മുക്കി വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അത് ഇത്തിരി വലിയ ചട്ടിയായത് കാരണം മുക്കി വെക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് കൂടുകയാണെങ്കിൽ പ്ലാന്റ് മൊത്തമായിട്ട് എടുത്തിട്ട് കഴുകി റീപ്ലാന്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ആ കഴുകിയെടുത്തിരിക്കുന്ന ആ വെള്ളം കണ്ടോ, എത്ര അധികമായിട്ടാണ് അതിലേക്ക് വന്നേക്കണേന്ന് നോക്കി. അത് ഞാൻ പുറത്ത് കാണയിലാണ് കേട്ടോ ഒഴിച്ച് കളയണത്. നമ്മുടെ മുറ്റത്ത് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ ചെടിയിലും കൂടി ആവുമല്ലോ എന്ന് കരുതിയിട്ടാണേ. ബൈ.